അത് എന്തോ പ്രശ്നം ഉണ്ടായിട്ട് ഓനെ അടിച്ചതാണ്. അമ്മോനെ അടിച്ചത്. അടിച്ചിട്ട് അമ്മ വീണോ കറ്റി ചെയ്ത വീണ് ഉരുണ്ടുപോയി. ഓനാണല്ലോ അടിച്ചത്. അതല്ലേ ഓന്. അങ്ങനെ പോലീസുകാർ വന്ന് കേസ് പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് കേസ് കൊടുത്ത് രാജൻ്റെ ഓന ഇവിടെ അന്ന് ചോദിച്ചപ്പം പറഞ്ഞത് എങ്ങനെയാണെന്ന് ഇതാരം വിളിച്ചപ്പോൾ അവനാണ് അങ്ങനെ ഞാൻ അറിഞ്ഞേ. ഞാനാ പുറക്കാരനോട് പറഞ്ഞാ അങ്ങനെ എനിക്ക് ഇവരെ കിട്ടി. പിന്നെ ഞാൻ പെരിങ്ങാലത്ത് പഠിക്കുന്നില്ല ഒറ്റക്കാൻ്റെ വീട്ടിൽ. അവിടെ വന്നപ്പോൾ എന്നോട് ബാബു പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ അറിഞ്ഞെന്ന് പറഞ്ഞു. നമ്മളെ കല്യാണം ബാബു നിങ്ങളെ പറഞ്ഞിട്ടില്ല. മൂപ്പനോട് പറഞ്ഞ് അവിടെ അടിയൊക്കെ നിങ്ങൾ അറിഞ്ഞു വെച്ചു. ഞാൻ പറഞ്ഞു ഞാൻ അന്ന് കല്യാണം തന്നെ അറിഞ്ഞു. നിങ്ങൾ ഇപ്പോഴല്ലേ നിങ്ങൾ പറയുന്നത്. ഞാൻ ആരോടും ഉണ്ടാകുന്നതാണ്. നിങ്ങൾ നീ അറിഞ്ഞില്ല വെച്ചു. അപ്പോൾ ഞാൻ അറിഞ്ഞെന്ന് പറഞ്ഞു. എനിക്കും അപ്പുറക്കാരൻ എന്നോട് പറഞ്ഞത് ആളുടെ ചെക്കായ അങ്ങനെ നോക്കുന്ന ഡിവൈഫൈൻ്റെ ആൾക്കാരാണ്. ഡിവൈഫൈൻ്റെ അപ്പോൾ ഡിവൈഫൈൻ്റെ ആൾക്കാർ വന്നപ്പോൾ ആണ് എല്ലാവരും വിളിച്ച് മാറ്റിയതെന്നോ ഒക്കെ പറഞ്ഞത്. അന്നിപ്പോൾ പോലീസുകാർ പിന്നെ അവരെ അമ്മ വിളിച്ചാൽ പോലെ പോലീസ് സ്റ്റേഷനിലേക്ക്. അങ്ങനെയാണ് പോലീസുകാർ വന്നത്. എന്തോ പറഞ്ഞ് തെറ്റിയാണ് പറഞ്ഞു. അങ്ങനെയാണ് പ്രശ്നം. എന്തോ ചെറിയ പ്രശ്നമില്ലേ പോലെ അതെന്തോ പറഞ്ഞു. അപ്പോൾ ഞാനത് നോക്കുന്നത് അന്ന് കല്യാണത്തിന് വന്ന ആൾക്കാർ നിശ്ചയത്തിന് വന്ന ആൾക്കാർ അന്ന് കാണുന്നില്ല പിന്നെ കല്യാണത്തിന്. അപ്പോൾ ഞാൻ അടുത്ത പുരക്കാർ ചോദിച്ചപ്പോൾ എന്നോട് അങ്ങനെ അടി നടന്നാണ്. അപ്പോൾ വലിയ പോക്കിക്കാരനല്ലേ പറയണ്ട. പക്ഷേ നമ്മളെടുത്ത് നമ്മൾ ആരോടും ഒന്നും പറഞ്ഞില്ലെങ്കിൽ നമ്മളോടാരും ഒന്നും വരികയില്ല. കാരണം നമ്മളങ്ങനെ എന്താ പറഞ്ഞതിൽ കരളപ്പം പറയുമെന്തെന്നറിയോ. കമല പറഞ്ഞ് ബാബു പറഞ്ഞു എന്നോടന്നിട്ട് ഇനി കേട്ട വിഷയം ഒരാളോട് പറയാം. ഞാൻ പരമായിട്ടാണ് കുത്തി ഇരിക്കല്ലേ. ഞാൻ പരമായിട്ട് ഇരുന്നിട്ട് നടന്ന് അന്നത്തെ പരിപാടി ഇല്ലല്ലോ. ഒരു വരുന്ന ഒരു വന്ന അവിടെ ഇല്ലല്ലോ. ഒരു പോയിന്നല്ലോ. പുര പോയി എന്തിനാ അറിയോ. തുണി എടുക്കാൻ വേണ്ടി ചെക്കന് ഛർദിയിട്ട് വയറ്റിനൊക്കെ ഇടിച്ചിട്ട് കുണ്ടറെന്തോ തിന്നിനി ചക്ക ഓളെ കുട്ടി പിന്നെ ഞങ്ങളെ മോന് ഇന്നൊക്കെ കഴിച്ചെന്തോ വയറ്റിനൊക്കെ ഇടിച്ചാണ്. അപ്പോൾ പിന്നെ തുണി ചെക്കൻ്റെ അവസരം എടുത്താനും പനിയൊക്കെ പോവാണ് പോയത്. ആ പോയപ്പോൾ പരമ്പേട്ടോട് ചോദിച്ചു. പരമ്പേട്ട ഇത് സംഭവം വെച്ചു എന്താണ് വെച്ചത്. ഞാൻ പറഞ്ഞിങ്ങനെ അടിക്കുക. ഞാൻ അറിഞ്ഞു എനിക്കങ്ങനെ അറിഞ്ഞു എനിക്കന്ന് വിവരം കിട്ടിയെന്ന് പറഞ്ഞു. എനിക്കതിന് വിവരം കിട്ടിയായിരുന്നു. അവിജെന്താണെന്ന് പറയാമെന്ന് വെച്ചു. ഞാൻ പറഞ്ഞത് ശരിയാവില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും അറിയാണ്ട് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എല്ലാവരും അറിഞ്ഞിട്ട്